ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം മിസ്റ്റർ 360 സൂര്യകുമാർ യാദവ് മുംബൈ ഇന്ത്യൻസ് വിടുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തുന്ന ചർച്ച ഇതാണ്. വെറുതെ ഒരു സുപ്രഭാതത്തിലുണ്ടായ ആഭ്യൂഹമല്ല ഇത്. സൂര്യകുമാറിൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ സംബന്ധിച്ച ചില കാര്യങ്ങളാണ് ആരാധകരെയും ക്രിക്കറ്റ് നിരീക്ഷകരെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുന്നത്. സംഗതി ഇതാണ്. കഴിഞ്ഞ ദിവസം ആരാധകർ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. സൂര്യകുമാർ യാദവിൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ നിന്ന് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ട ഭൂരിഭാഗം ചിത്രങ്ങളും വീഡിയോകളും അപ്രത്യക്ഷമായിരിക്കുന്നു. അതുകൊണ്ട് തീർന്നില്ല. അദ്ദേഹത്തിൻ്റെ ബയോയിലുണ്ടായിരുന്ന മുംബൈ ഇന്ത്യൻസ് എന്ന വാക്കും മുംബൈ എന്ന ലൊക്കേഷനും അദ്ദേഹം നീക്കം ചെയ്തു. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സൂര്യകുമാർ യാദവ് ഇൻസ്റ്റഗ്രാമിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ഒഫീഷ്യൽ പേജിനെയും നിലവിലെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെയും അൺഫോളോ ചെയ്തിരിക്കുകയാണ്. തിരിച്ച് മുംബൈ ഇന്ത്യൻസ് പേജും സൂര്യയെ അൺഫോളോ ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ മുംബൈ ടീമുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്നത് ഒരേ ഒരു ചിത്രമാണ്. അത് രോഹിത് ശർമ്മയ്ക്കും MS ധോണിക്കും ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രമാണ് താനും. ഒരു താരം തൻ്റെ ഫ്രാഞ്ചൈസിയുമായി പൂർണ്ണമായി അകലുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയല്ലേ ഇത്? എന്തുകൊണ്ടായിരിക്കും പെട്ടെന്നിങ്ങനെ മാറ്റം? നമുക്ക് 2026 IPL സീസണിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് മാത്രമല്ല, സൂര്യകുമാറിനെ സംബന്ധിച്ചും വളരെ മോശമൊരു സീസണായിരുന്നു കടന്നുപോയത്. 10 ടീമുകളുള്ള പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ് ഫിനിഷ് ചെയ്തത്. സൂര്യകുമാറിൻ്റെ വ്യക്തിഗത പ്രകടനത്തിലേക്ക് നോക്കിയാൽ കളിച്ച മത്സരങ്ങളിൽ നിന്ന് വെറും 270 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. ശരാശരി വെറും 20.77 മാത്രം. കേവലം 2 അർദ്ധ സെഞ്ചുറികൾ മാത്രമാണ് ബാറ്റിൽ നിന്ന് പിറന്നത്. 2018 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്ന് മുംബൈയിലെത്തിയതിനു ശേഷം ടീമിന്റെ ബാറ്റിംഗിന്റെ നട്ടല്ലായിരുന്നു സൂര്യ. എന്നാൽ ഈ ഫോം ഇടിവ് മാനേജ്മെന്റിനെ പുതിയ ചിന്തകളിലേക്ക് നയിച്ചിട്ടുണ്ടാകാം. ഒപ്പം സൂര്യയ്ക്കും അവിടെ തുടരുന്നതിൽ മടുപ്പ് തോന്നിയിരിക്കാം. സൂര്യകുമാർ യാദവ് ഇപ്പോൾ കടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും കഠിനമായ ഘട്ടത്തിലൂടെയാണ്. IPL മോശം ഫോം മാത്രമല്ല ഇതിന് കാരണം. തൊട്ടുമുമ്പ് ഇന്ത്യൻ T20 ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും തുടർന്ന് ടീമിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. സൂര്യയ്ക്ക് പകരം ശ്രേയസ് അയ്യരെയാണ് ഇന്ത്യൻ T20 ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. മുൻ ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിൻ പോലും സൂര്യകുമാറിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അശ്വിൻ പറഞ്ഞത്, സൂര്യകുമാറിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ വലിയ നിരാശ തോന്നുന്നത് സ്വാഭാവികമാണ്. കഴിഞ്ഞ T20 ലോകകപ്പിൽ ബാറ്റിംഗിൽ അത്ര മികച്ച ഫോമിൽ അല്ലായിരുന്നെങ്കിൽ പോലും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ കിരീടത്തിലേക്ക് നയിക്കാൻ സൂര്യയ്ക്ക് സാധിച്ചിരുന്നു. എന്നിട്ടും കഴിഞ്ഞ 15-18 മാസത്തെ ബാറ്റിംഗ് ഫോം മാത്രം മുൻനിർത്തി അദ്ദേഹത്തെ ക്യാപ്റ്റൻസിൽ നിന്നും ടീമിൽ നിന്നും മാറ്റിയത് എത്രത്തോളം നീതിപൂർവ്വമാണെന്നാണ് അശ്വിൻ ചോദിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായതിന് പിന്നാലെയാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസുമുള്ള ഈ അസ്വാരസ്യങ്ങൾ പുറത്തുവരുന്നത്. കരിയർ വീണ്ടെടുക്കാൻ കഠിനമായി ശ്രമിക്കുന്ന സൂര്യയ്ക്ക് മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടാകാം. ഹാർദിക് പാണ്ഡ്യയെ അൺഫോളോ ചെയ്തതിലൂടെ ടീമിനുള്ള ഭിന്നതകളും മറന്നേക്ക് പുറത്തു വരികയാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കുക? വലിയൊരു മെഗാലയം വരാനിരിക്കെ സൂര്യകുമാർ യാദവ് മുംബൈ ഇന്ത്യൻസ് വിട്ട് മറ്റേതെങ്കിലും ഫ്രാഞ്ചൈസിലേക്ക് ചേക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ലേലത്തിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് വിൻഡോ വഴി മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഒന്നിലധികം ടീമുകൾ വലിയ തുകയുമായി രംഗത്തെത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഫോം താൽക്കാലികം മാത്രമാണ്. സൂര്യകുമാർ യാദവ് എന്ന കളിക്കാരൻ്റെ ക്ലാസ് ശാശ്വതമാണ്. സൂര്യകുമാർ യാദവ് മുംബൈ ഇന്ത്യൻസിൻ്റെ നീലക്കുപ്പായം അഴിച്ചുവെക്കുകയാണെന്ന സൂചനകൾ ശക്തമാണ്. ഈ ഒരു സോഷ്യൽ മീഡിയ വൈപ്പ് ഔട്ട് ക്രിക്കറ്റ് ലോകത്ത് വലിയൊരു മാറ്റത്തിന് തുടക്കമാകുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം.